Hello everyone, welcome to yet another episode of Christ Coded, where scripture meets everyday life. ദൈവം നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയുകയും ചെയ്ത ഒരാഴ്ചയാണ് കടന്നുപോയെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ ഒരു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ യേശുവിൻ്റെ ഉപമകളിൽ ഒന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം, ഡിസ്കസ് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൺഡേ സ്കൂളിലും യൂത്ത് മീറ്റിലും ചർച്ചിലെ പല ആക്ടിവിറ്റീസിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബൈബിൾ സ്റ്റോറീസ് ഒക്കെ എനിക്ക് വളരെ ഫെമിലിയർ ആണ്. പക്ഷേ എന്നിരുന്നാലും ഇതിനൊക്കെ ഇത്രത്തോളം ഡീപ്പറായിട്ടുള്ളൊരു മീനിങ് ഉണ്ട്, ഇതിൽ നിന്ന് ദൈവം നമ്മോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് CNCയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. There we had an active Bible study group where we used to discuss Bible, where we had a quiet time. ഒരു ക്വൈറ്റ് ടൈമിൻ്റെ ആവശ്യകതയും ഓരോ വാക്കുകളിലും ഒളിഞ്ഞു കിടക്കുന്ന ദൈവിക സത്യം എനിക്ക് മനസ്സിലായതും ആ ഒരു ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു കഥകളായിട്ട് തോന്നുമെങ്കിലും ഇതിനൊക്കെ അതിലേറെ ഡീപ്പറായിട്ടുള്ള മീനിങ് ഉണ്ടെന്നും ഇത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നും അതുപോലെ തന്നെ ഇത് ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണെന്നും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് തന്നെ എൻ്റെ ഫസ്റ്റ് സ്റ്റഡി സീരീസിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ വീഡിയോയുടെ ലെങ്ത് അധികം കൂട്ടാതെ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബൈബിൾ സ്റ്റഡി. ലെറ്റ്സ് പ്രേ. Abba Father, as we open your word and reflect on the parables, help us to slow down, listen closely, and go deeper. These stories may seem simple, but they carry eternal truth. Give us eyes to see what you're showing us, ears to hear your voice behind every word, and hearts ready to respond. Let these parables not just inform our minds, but transform our lives, teach us, shape us, and draw us closer to you through every lesson. In Jesus' name, amen. So നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ദ പാരബിൾ ഓഫ് ദി സോവർ അല്ലെങ്കിൽ വിതക്കാരൻ്റെ ഉപമയാണ്. അതിനായിട്ട് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. മാത്യൂസ് ചാപ്റ്റർ 13, 1-23. ഞാൻ ഈ ബൈബിൾ പോർഷൻ 1 by 1 വേഴ്സസ് ആയിട്ട് വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഐ വാണ്ട് എ ക്ലിയർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ബൈബിള് ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ പോസ് ചെയ്തിട്ട് യു ഹാവ് ടു ഗോ ത്രൂ ദ ബൈബിൾ പോർഷൻ. ഞാൻ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. There you will get 5 questions. ആ 5 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം ഈ ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ദൈവം നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളതിന് ഉത്തരം കമൻ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പുറത്ത് കാണിക്കേണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ എ പേപ്പർ or a book you can take for this Bible study and അതിൽ എഴുതി വെക്കാവുന്നതാണ്. ഇത് നിങ്ങളൊരു കോമൻറ്റ് ആയിട്ട് ഇടുമ്പോൾ it will expose different ideas. It will become an interactive Bible study. I hope you all went through the questions. Now let's do it together. യേശുവിൻ്റെ 7 ഉപമകളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വരവിന് ഇടയ്ക്കായിട്ടുള്ള ഒരു സമയത്ത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അത് എങ്ങനെയായിരിക്കും, ദൈവരാജ്യം എങ്ങനെയായിരിക്കും എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു വേ ആയിരുന്നു ഈ പാരബിൾസ് അല്ലെങ്കിൽ ഈ ഉപമകൾ. ഇവയിൽ 4 പുരുഷാരത്തോടും ബാക്കിയുള്ള 3 ശിഷ്യന്മാരോടുമാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്, എന്തിനാണെന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വെച്ചു. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൂ ഇസ് ദ സോവർ അല്ലെങ്കിൽ വിതക്കാരൻ ആരാണ്? വാട്ട് ഇസ് ദ സീഡ് ആൻഡ് സോയിൽ? ഓബ്വിയസ്ലി സോവർ എന്ന് പറയുന്നത് യേശുവാണ് അല്ലെങ്കിൽ ദൈവമാണ്. അതേപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഓരോ ആളുകളും, അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിതക്കാരനാകാൻ സാധിക്കും. അടുത്തത് സീഡ് അല്ലെങ്കിൽ വിത്ത്. വിത്ത് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാകുന്നു. ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ദ ഗോഡ്. അപ്പോൾ സോയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിലം എന്ന് പറയുന്നത് വചനം സ്വീകരിക്കുന്ന ഓരോ ഹൃദയങ്ങളുമാകുന്നു. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ് ഓരോ നിലങ്ങളും എപ്രകാരമാണ് വചനം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ വചനം റിസീവ് ചെയ്യുന്നതിൽ ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, വ്യത്യസ്തമായിരിക്കുന്നത് എന്നതാണ്. ബേസിക്കലി 4 നിലങ്ങളെ പറ്റിയാണ് ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ പാത്ത് വേ, വിച്ച് ഇസ് ഉണങ്ങി ഉറച്ച വഴിയരിക്. ഇറ്റ്സ് എ പാത്ത് വേ. സെക്കൻഡ് വൺ ഇസ് ദ റോക്കി ഗ്രൗണ്ട് അല്ലെങ്കിൽ പാറയ്ക്ക് മുകളിലുള്ള ഒരു മൺപാളി. 3-ാമതായി പറഞ്ഞിരിക്കുന്നത് തോണി സോയിലാണ്, അല്ലെങ്കിൽ മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന നിലം. 4-ാമതായി പറഞ്ഞിരിക്കുന്നത് ദ ഗുഡ് സോയിൽ അല്ലെങ്കിൽ നല്ല നിലം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം വഴി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പാത്ത് വേ എന്ന് പറയുമ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് എനിക്ക് വിലപ്പെട്ടത്. വഴി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് നോട്ട് പ്രിപ്പയർഡ് ടു റിസീവ് ദ സീഡ്.
അല്ലെങ്കിൽ ഒരു പ്രിപ്പയർഡ്നെസ് ഇല്ലാത്തതായ അവസ്ഥ. ഇറ്റ് ഈസ് മെന്റ് ഫോർ പീപ്പിൾ ടു ഗോ അറൗണ്ട്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത്, പാത്ത് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്നു. ഇറ്റ്സ് എ വെരി ബിസി പ്ലേസ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം, അല്ലെങ്കിൽ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു നിലം. വചനം പഠിക്കുവാനോ ശ്രദ്ധിക്കുവാനോ ഒന്നും അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ബൈബിൾ പോർഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പറവകൾ നൈസായിട്ട് വന്നിട്ട് ആ ദൈവ ചിന്തകൾ അല്ലെങ്കിൽ ആ ദൈവിക വചനങ്ങൾ കൊത്തിക്കൊണ്ടുപോകുന്നു. പറവകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈവിൾ സ്പിരിറ്റ് ആണ്. ഈസി ആയിട്ട് കൊത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ പറവകൾ എടുത്തുകൊണ്ട് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർഫിഷ്യൽ ആയിട്ട് നമ്മുടെ മനസ്സിലെ വചനങ്ങൾ നമുക്ക് സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ സേറ്റൻ ടു ടേക്ക് ഇറ്റ് ഓഫ് ഫ്രം യു. ഇങ്ങനെയുള്ള ആളുകൾ ഇതേപ്പറ്റിയൊന്നും ബോധേഡുമായിരിക്കില്ല. ദേ വോണ്ട് ഈവൻ നോ ദാറ്റ് ഓൾ ദിസ് ഹാസ് ഹാപ്പൻഡ് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ദം. രണ്ടാമത്തെ നിലം അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് റോക്കി ഗ്രൗണ്ട് ആണ്, അല്ലെങ്കിൽ പാറസ്ഥലത്തിന് മുകളിലുള്ള ആ ഒരു നേരിയ മൺപാളി. വളരെ സന്തോഷത്തോടുകൂടെ വചനം സ്വീകരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഹാർട്ട്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ വില്ലൻ പറവകളോ പിശാചോ ഒന്നുമല്ല. ഇവിടുത്തെ വില്ലൻ സൂര്യനാണ്. നമ്മുടെ ജീവിതത്തിലെ പരിശോധനയുടെ സമയങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വെറുതെ വചനം കേട്ട് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാത്ത ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആണ് ഈ പാറസ്ഥലം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. പുറമെ ഇങ്ങനെയുള്ളവർ ചർച്ചിലും സമൂഹത്തിലുമൊക്കെ വളരെ ആക്റ്റീവ് ആയിരിക്കും. ഡെപ്തിൽ പോകാത്തതിനാൽ ലൈഫിൽ ട്രയൽസും പെർസിക്യൂഷൻസും ഒക്കെ വരുമ്പോൾ നമ്മൾ അതങ്ങ് വേണ്ടാന്ന് വെക്കുന്നു അറിഞ്ഞുകൊണ്ട്. നമ്മളോട് തന്നെ ഇടയ്ക്ക് ചോദിക്കാം, ആം ഐ അപ്ലൈയിങ് ദിസ് വേർഡ് ടു മൈ ലൈഫ്? എന്ത് മാറ്റമാണ് എനിക്ക് ഈ വചനം പഠിക്കുന്നതിന് ശേഷം ഉണ്ടായത്? ഞാൻ എന്തെങ്കിലും രീതിയിൽ മാറിയോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇഫ് ഇറ്റ് ഹാഡ് എനി ഇമ്പാക്റ്റ് ഓൺ അസ്. അതോ ഇത് വെറുതെ കേട്ടിട്ട് ചെറിയൊരു വേരുണ്ടായിട്ട് അത് ആഴത്തിലേക്ക് ഇറങ്ങാതെ പോകുന്ന ഒരു വേരായിട്ട് മാറുകയാണോ, അതോ ആഴത്തിലിറങ്ങി നമ്മൾ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം അത്രത്തോളം നല്ലൊരു നിലമാണോ നാം എന്ന് നമ്മൾ നമ്മോട് തന്നെ ഇടയ്ക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വചനം പഠിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ 2 വർഷമായി കാണും, 3 വർഷമായി കാണും, 10 വർഷമായി കാണും. പക്ഷേ വചനം പഠിക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഈ പാറസ്ഥലത്തിന് സമമാണ്. മൂന്നാമതായി മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്തെ പറ്റിയാണ് യേശു സംസാരിക്കുന്നത്. 2 രീതിയിലുള്ള തോട്ട്സ് ആണ് വന്നത്. ഒന്നാമതായിട്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ വിത്തിനെ ഞെരുക്കി കളയുന്നതായിട്ടുള്ളൊരു അവസ്ഥ. രണ്ടാമതായി മുള്ളുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി. വചനം വിതയ്ക്കപ്പെട്ട സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന വിവിധങ്ങളായ സ്വഭാവങ്ങൾ, നമുക്കുള്ള ചിന്തകൾ, നമുക്കുള്ള ആ ഒരു ലോജിക്കൽ തിങ്കിങ്, അതുപോലെ ലോകത്തിൻ്റെ മോഹങ്ങൾ, ഇവയൊക്കെ നമ്മുടെ വചനത്തോടൊപ്പം തന്നെ വളർന്ന് വലുതായി ഒടുവിൽ നമ്മുടെ വചനത്തെ തന്നെ ഞെരുക്കി കളയുന്നതായിട്ടുള്ളൊരവസ്ഥ. നമ്മൾ ലോജിക്കലി ചിന്തിച്ചിട്ട് ഇതെങ്ങനെയാണ്, നമ്മളെല്ലാ കാര്യത്തിനും ഒരു ലോജിക്കൽ റീസണിങ് ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതെന്താണ് സംഭവിച്ചത്, ഇതെന്താണ് സംഭവിച്ചത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ വചനത്തെ ഞെരുക്കി കളയുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, അതാണ് മുള്ളുകൾ നിറഞ്ഞ അവസ്ഥ. അടുത്തതായി നല്ല നിലം. അത് യഥാർത്ഥ വിശ്വാസിയെ സൂചിപ്പിക്കുന്നു. ഒരു നല്ല നിലം എന്ന് പറയുന്നത് വിത്ത് അല്ലെങ്കിൽ വചനത്തെ റിസീവ് ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഹൃദയം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കൊണ്ട് നിറയ്ക്കാതെ ദൈവവുമായിട്ടുള്ള ഒരു ക്വയറ്റ് ടൈം, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു സംസർഗം, അതിന് സമയം കണ്ടെത്തുന്നതായിട്ടുള്ള ദൈവവുമായുള്ള ഒരു ക്വയറ്റ് ടൈം, ആ ഒരു ഇൻറ്ററാക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് മോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അപ്ലൈ ചെയ്യുവാനും ഒക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം, നമ്മുടെ സ്വഭാവം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മാറുകയും നാം നമ്മുടെ ഹൃദയത്തെ ഒരു നല്ല നിലമാക്കി മാറ്റുകയും ദൈവത്തിൽ നമുക്ക് ഫലം കായ്പാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ 100, 60, 30 മേനി ഫലം പുറപ്പെടുവിക്കും എന്ന് ബൈബിൾ പറയുന്നു. എന്തുകൊണ്ടാണ് പല അളവുകൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്? 100, 60, 30 എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ പൊട്ടൻഷ്യൽ. അവർക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ പല രീതിയിലാണ്. ഒരു അളവും ചെറുതായിട്ട് കാണുന്നില്ല. ഏത് രീതിയിൽ നമ്മൾ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ശ്രമിക്കുമ്പോഴും ഒരു മിനിമം 30 മീനിങ് വിളവ് പുറപ്പെടുവിക്കുന്നു എന്നതാണ്. നമ്മൾ 4 തരത്തിലുള്ള നിലങ്ങളെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ചോദിക്കാം, നാം ഏത് തരത്തിലുള്ള നിലവുമായി സമമാണ് എന്ന്. നല്ല നിലം പോലെ വളരെ സോഫ്റ്റായിട്ട് ഓപ്പണായിട്ട് ദൈവവചനം റിസീവ് ചെയ്യുവാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ആളുകളായി നമുക്ക് മാറുവാൻ സാധിക്കും. വചനം കേൾക്കുന്നതിനോടൊപ്പം തന്നെ അത് വിതപ്പാനും മറ്റുള്ളവരെ ദൈവസ്നേഹവും ദൈവത്തിൻ്റെ രാജ്യത്തെ പറ്റിയും നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കും.
നമ്മുടെ ജീവിതത്തെ ഞെരുക്കുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, ആളുകളെ ഒക്കെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള വചനത്തെ എടുത്തു കളയുവാൻ ശ്രമിക്കുന്ന ശക്തികളെയൊക്കെയും നമുക്ക് തടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് എപ്പിസോഡ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all. Praise be to God.